ഹലോ. ഇന്ന് ഞങ്ങളുടെ കഥ തുടരുന്നത്, ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ? ഞങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്ന സാഫല്യത്തിലേക്ക്. കുറേ വർഷത്തെ ആഗ്രഹം. ഇന്ന് ഞങ്ങളുടെ കൂടെ 2 അച്ഛനമ്മമാരും പിള്ളേരും എല്ലാവരും സന്തോഷമായിട്ട് വരുവാട്ടോ. ഏട്ടൻ ഡ്രൈവിംഗ് ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ മുതലേ ഏട്ടൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു സ്വന്തമായൊരു വണ്ടി. അത് ഇന്ന് സാധിക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് വല്ലാതെ നിറയുന്നുണ്ട് കേട്ടോ. അതാണ് ഞങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആഴം. ഞങ്ങൾ സ്വപ്നം കണ്ടതാണ് ഞങ്ങളുടെ ജീവിതം. അതുപോലെ തന്നെയാണ് ഏട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട ഡ്രൈവിംഗ് ഫീൽഡും. ഒരു വണ്ടിപ്രാന്തൻ. ഈ വണ്ടിപ്രാന്തൻ്റെ കൂടെ നടന്ന് ദേ ഞാനും എപ്പോഴും ഇങ്ങനെ തന്നെയാട്ടോ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം നടക്കുമ്പോൾ ഞങ്ങളുടെ 2 അച്ഛനമ്മമാരും കൂടെ ഉണ്ടാവണമെന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ 2 പേരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഇപ്പോഴേ വേണോ, അതൊക്കെ എന്തിനാ എന്നൊക്കെ ചോദിച്ച ആളാണ് ദേ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നത് കേട്ടോ. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം മുഖത്തല ഐഷറിൻ്റെ ഷോറൂമിലേക്കാണേ. ഏട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ക്ഷമയോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഏട്ടൻ്റെ സ്വപ്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്നെയും കൂടെ കൂട്ടിയേട്ടോ. ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാൻ വയ്യാതിരുന്ന എന്നെക്കൊണ്ട് സ്കൂട്ടറും കാറും ദേ ഇപ്പോൾ ഹെവി എടുപ്പിച്ചു. ജീവിതത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരു ബസ് ഓടിക്കുമെന്ന്. അത് പഠിക്കുമ്പോഴായാൽ പോലും അതൊക്കെ സാധിച്ചു. എൻ്റെ ഏറ്റവും വലിയ മാസ് ഹീറോ അല്ലേ എൻ്റെ ഏട്ടൻ. അങ്ങനെ 2 അമ്മമാരെയും കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. എല്ലാവർക്കും നല്ല സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും അച്ഛന്മാർ താക്കോലൊക്കെ വാങ്ങിയിട്ടുണ്ട്. താക്കോൽ വാങ്ങി അനിയൻ്റെ കയ്യിൽ കൊടുക്കണമെന്നായിരുന്നു ഏട്ടൻ്റെ ആഗ്രഹം. അങ്ങനെ ഏട്ടൻ അനിയൻ്റെ കയ്യിൽ നിന്ന് താക്കോലൊക്കെ വാങ്ങി ദേ ഞങ്ങളുടെ വണ്ടി സ്വന്തമായിരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ വോയിസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക്. ഏട്ടൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം, അതിന് കൂടെ നിൽക്കാൻ പറ്റിയത്, അതൊക്കെ വളരെ സന്തോഷമായ ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ ഈ ഡ്രൈവിംഗ് ഫീൽഡിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് അവർ ഒരുപാട് സപ്പോർട്ട് കൊടുക്കണം. എന്നാലേ അവർക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ദയിരിക്കുന്ന മനുഷ്യനെ കണ്ടോ, ഞങ്ങളുടെ സ്വപ്നം കണ്ടതാണ്. ഞങ്ങളുടെ ഈ ഒരു യാത്ര, ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നുള്ള യാത്ര സക്സസ് ആയി. ഞങ്ങൾ ദേ ആദ്യമായി ഡീസൽ അടിക്കാൻ പോവുകയാണ്. അങ്ങനെ 5000 രൂപയുടെ ഡീസൽ ആദ്യമായിട്ട് അടിച്ചിരിക്കുന്നു. അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം മാത്രം. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ എല്ലാ കാര്യങ്ങളും വണ്ടിയെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ഞങ്ങളുടെ യാത്രകൾ ഇനിയും തുടരുന്നതായിരിക്കും. നിങ്ങൾ കൂടെ ഉണ്ടാകുമല്ലേ?